ഇന്ന് വന്നിരിക്കുന്ന കാവാലത്താണ് വന്നിരിക്കുന്നത്. കാവാലത്തൊരു പാടത്താണ് വന്നിരിക്കുന്നത്. വലിയ പാടം ഇത്. ഈ വലിയ പാടത്ത് നമ്മളത് ഇതൊരു താഴ്ച കണ്ടം. ഈ എന്റെ പുറകെ കാണുന്ന നല്ല താഴ്ച കണ്ടോ? അതായത് താഴ്ച കണ്ടത്തില് ഈ കാണുന്ന ഈ പോളയും അമ്പലമൊക്കെ നിൽക്കുന്നത്. ഇത് താഴ്ചയുള്ളതുകൊണ്ട് ഇതിനകത്ത് മീൻ നിൽക്കാൻ തൂളി ആടുന്നുണ്ട് ഇഷ്ടം പോലെ. എന്നാലും ചിലപ്പോൾ നല്ല മീൻ കാണാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വല കുത്തി വെച്ച്. എന്നാലും നമ്മുടെ തൊട്ടുപുറകെ നമ്മുടെ അപ്പാപ്പിയുടെ ചേട്ടച്ചാരി അവിടെ വല കുത്തിയിട്ടുണ്ട്. അവരവിടെ വല കുത്തി, ഞങ്ങളിത് ഇവിടെ ഒരു വല കുത്തി. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കറക്കി വെക്കണം. നേരം എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. തൂളി എന്തായാലും കണ്ടൊരു മനമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നല്ല മീൻ കാണേണ്ടതാണ്. ഈ താഴ്ചയുള്ളതായുണ്ട്. നേരം നമുക്ക് നോക്കാം എന്ത് മീൻ കിട്ടുന്നുണ്ടെന്ന്. നമ്മളെ അവിടം തൊട്ട് ഇങ്ങനെ വല ഇങ്ങനെ വളച്ചു കുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് വളച്ചു കുത്തിയ സാധനം ഇനി ഇത് ഇങ്ങനെ കറക്കി കൊണ്ടുപോകണം നമുക്ക്. ഈ എല്ലാ വലയും കൂടി ജോയിന്റ് ആയി കഴിഞ്ഞാൽ മറ്റേ റൗണ്ട് ഷേപ്പിലാവും ഈ വല റൗണ്ട് ഷേപ്പിലാകാൻ നേരത്ത് ഈ മീൻ ഉണ്ടെങ്കിൽ ഈ നടുക്കില്ല, ഈ കാണുന്ന ആമ്പലിനകത്ത് നിൽക്കും മീനൊക്കെ. നേരം നമുക്ക് ഈ മൊത്തം കറക്കി കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നേരം നമ്മൾ കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. ലാസ്റ്റ് വല എന്തായാലും പൊക്കി മീൻ കിട്ടുന്ന കൺഫേം ആയിട്ട് എടുത്തിരിക്കും. എന്തായാലും മീൻ എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. തൂളിയുടെ തൂളി തിങ്ങി നിൽക്കും ഇതിനകത്ത്. എന്തായാലും തൂളി എന്തായാലും ഉണ്ടാവും. പിന്നെ ആ കൂട്ടം നമുക്ക് നല്ല മീൻ കിട്ടിയാലേ നമുക്ക് നേട്ടമുള്ളൂ. നേട്ടമെന്ന് വെച്ചാൽ നമ്മുടെ വീട് കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് നല്ല മീൻ തന്നെ കിട്ടണം. നേരം ബാക്കി നമുക്ക് പിന്നെ കാണാം. പിന്നെ ഏതെങ്കിലുമൊക്കെ മീൻ കിട്ടുവാണെങ്കിൽ തപ്പി കിട്ടുവാണെങ്കിൽ കാണിച്ചു. തപ്പി കിട്ടുന്ന മൊത്തം തൂളിയായിരിക്കും. കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. നേരം ഞങ്ങൾ 3 പേരുണ്ട് ഇന്ന്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ നല്ല സപ്പോർട്ടായിരുന്നു. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതേ കണക്ക് ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കും ഇനി സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോ, ഞങ്ങളുടെ നല്ല നല്ല വീഡിയോ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകും. നമുക്കിത് ഫസ്റ്റ് കൊമ്പനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറവല ഇങ്ങനെ വലിച്ചോണ്ട് വന്ന വലയാ. ഇതുണ്ട ഒരു വല അവിടെ കുത്തിയിട്ടുണ്ട്. അവിടെ ആ വലക്കകത്ത് ചാടിയവനാണെന്ന് തോന്നുന്നു. അവന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പുറത്തല്ലേ ഇത്? പുറത്തിട്ട് കേട്ടെ പിടിച്ച കിട്ടിയ എടാ നമ്മുടെ കൊല്ലി കൊതി. ഓഹോ ഇതേ നമ്മുടെ വല മൊത്തം നമ്മൾ ഇത് കണ്ട റൗണ്ട് ചെയ്ത് നമ്മൾ കറക്കി മൊത്തം കുത്തി വെച്ചിരിക്കുക. ഇപ്പം നമ്മൾ ഫുള്ള് റൗണ്ടാക്കി വെച്ചിരിക്കുക. ഒരു വാള നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ഒരു വാള നമ്മുടെ വലയ്ക്കകത്ത് കിടന്ന് ചാടുന്നുണ്ട്. വാളയായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവന്മാര് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇപ്പൊ ഒറ്റ ചാട്ടം ചാടി കഴിഞ്ഞാൽ ഒറ്റടിക്ക് നമ്മുടെ 1000 രൂപയാണ് നമ്മുടെ പോകുന്നത്. ഒരു വാളയാടിയ ഒരാടെ തച്ചാ പോകുന്നത്. ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നത്. അവൻ കിടന്ന് ചാട്ടം ചാടുന്നുണ്ട്. പോയി കിട്ടിയില്ല നമ്മുടെ ഭാഗ്യം. എന്നാൽ നമ്മുടെ ഈ പാടത്തിന്റെ നടുക്കാണ്ട് ചുറ്റും വെള്ളമാണ്. പിന്നെ ഇത് കണ്ട തൂളി കെട്ടി നിൽക്കുക. വല നിറച്ച് തൂളിയായിരിക്കും. അതിനകത്തൊരു നല്ല മീൻ പിടിക്കാൻ നല്ലൊരു പാട് തന്നെ ആയിരിക്കും. അപ്പം ഇനിയിപ്പം നമ്മൾ മാക്സിമം ഇതിങ്ങനെ ഒതുക്കുന്ന കാണിക്കുക. നമുക്ക് ഈ മീൻ ഇത്ര ഉള്ളതുകൊണ്ട് പറയാം. ഈ മീൻ തൂളിയൊക്കെ ചാടി തരുമ്പോൾ നമ്മുടെ ഫോണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി പിന്നെ നമുക്ക് വീഡിയോയിൽ ഒരു പരിപാടി നടക്കത്തില്ലേ. അതുകൊണ്ട് ബാക്കി ഇനി ഇത്രയും വലിച്ചടിപ്പിക്കണം. ഇത്രയും വലിച്ചടിപ്പിക്കാൻ നേരത്ത് നമുക്ക് ആ വല മീൻ കയറുകയും വേണം. ഈ കാണുന്ന വലയല്ല നമുക്ക് മീൻ കയറേണ്ട. ഈ കാണുന്ന തടവല ഇതിനകത്താ മീൻ കയറുന്നത്. നേരം നമുക്ക് നോക്കാം. അവിടെ അല്ലണന്റെ ചേട്ടച്ചാരി അവർ രണ്ടുപേരും അവിടെ വെക്കുന്നുണ്ട് കേട്ടാ. അവിടെ ഈ അവസ്ഥ തന്നെ. അതെ, അല്ലപ്പാപ്പിയുടെ സ്വന്തം ചേട്ടനാണ്. അപ്പൊ നമ്മുടെ തൊട്ടുപറ്റേക്ക് വല വെച്ചിരിക്കുന്ന കൈനത്തിക്ക് നമ്മുടെ വിനീഷ് അടുത്തൊരു വാളയെ കൂടി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആ പുറവലയിൽ തന്നെയാണ് അത് നേരെ കുരുങ്ങി കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് പുറവലേ ഈ മീൻ ഓടി വരത്തുള്ളൂ. മറ്റേ നമ്മൾ ഫ്രണ്ടിൽ കുത്തിയ വല ചെന്ന് ഇടിച്ചിട്ട് നേരെ തിരിച്ചു വരും. അതുകൊണ്ട് റിട്ടേൺ വരുന്ന ഈ വലയിലേ വന്ന് കയറത്തുള്ളൂ. അത്യാവശ്യം നല്ല വാള തന്നെ അത്. അതിൻ്റെ സൈസ് കണ്ടോ? നല്ല വലിപ്പമുള്ള വാളയാണ്. ഇതിൻ്റെ ചെകിളക്കകത്ത് അവൻ കൈയിടുന്നത്. പക്ഷെ ചെകിളക്കകത്ത് നല്ല അരവാണ്. ഇതിൻ്റെ ഈ മുള്ള് കണക്കാണ് ഇരിക്കുന്നത്. ഈ കൈതമുള്ള് കണക്ക് അതിൻ്റെ ചെകിളയൊക്കെ ഇരിക്കുന്നത്. വായിക്കകത്ത് പിന്നെ കൈ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ച് വലിക്കാൻ പറ്റത്തില്ല. അതെ, എൻ്റെ പല്ല ഉടക്കി കിടക്കുന്നുണ്ടോ വല?
എന്താ നല്ല നല്ല സൈസ് വാളയാ. എന്താ ഇത് നീളം ഉണ്ടെന്ന് നോക്കിയാൽ എൻ്റെ എങ്ങനെ കളിച്ചൊരു 2-3 കിലോ കാണും അത്. വയമ്പ് നിൽക്കുന്ന മെന്തി നിൽക്കുന്നുണ്ട്. വയമ്പ് നിൽക്കുന്ന മെന്തി നിൽക്കുന്നു. അല്ല വയമ്പ് പോലെ തോളിൽ മെന്തി നിൽക്കാന്ന് പറയും. മുട്ട ഇറങ്ങി ചത്തത് കണ്ണി ആ കാലം കെട്ടിട്ടേക്കണം. വാക്കുഞ്ഞാണ് കണ്ട മണൽ വാവ. ഉറപ്പരല് തൂളി മാത്രമേ ഉള്ളൂ. ചെറിയ ഉറുവുണ്ട് കൊശത്ത്. ചെമ്മീൻ ഓ തൂളിച്ചാകര ദൈവം. വരാലുണ്ട്. വാകയാണ് ഇതിനൊക്കെ വിലയുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും ഒരു മീനെ പാടാന്നറിയാം. അത് കൊള്ളാം, സൈസ് കണ്ണി കേട്ടോ. ആഹാ അടിപൊളി. കരിമ്പള്ളത്തിൽ ഇവിടെ വിട്ടിട്ടും കാര്യമില്ല. അതിട്ട് നല്ല രീതി
ഇത് കണ്ണി. നടമലല്ലേ? വാഴക്കുഞ്ചില് ഒരു ജീവിക്കട്ടെ. കറുമീൻ കറുമീൻ രണ്ടാമത്തെ വല. കോഴിക്കൊള്ളിച്ച് നമ്മുടെ വലയാണ്. അതിനകത്തൊരു 10 മീറ്റർ തൂളിയൊക്കെ ഇമാതിരി തൂളി ഇവിടുത്തെ കാണിച്ചത്. ഇപ്പൊ ആകെ ഒരു പീസ്, ഈ വലയുടെ ഒരു പീസ്, ഒരു 10 മുറിയുണ്ട്. 10 മുറിക്കകത്തുള്ള മീനെ കാണിച്ചത് അത് ചാകര. ഇതിനകത്ത് എങ്ങനെ ഒരു നല്ല മീനൊക്കെ എടുക്കാൻ? ഇതന്നെ ഉണ്ടല്ലോ ഒരു കിറ്റ്. ഒരു കണ്ണടി ചടിക്കിടക്കാം. അടുത്ത രണ്ടാമത്തെ മുറി. വല കുറച്ചെണ്ണം വലിച്ചിട്ട് അടിവല. ഇവിടെ രണ്ടാമത്തെ മുറിയാട്ടോ. നമ്മുടെ ലാസ്റ്റ് മുറി ഭാഗമായി കിടക്കുന്നു. നമ്മുടെ വലക്കകത്ത് തൂളി കയറി തിങ്ങിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഈ വലേന്നേ ഒരു നല്ലൊരു മീനെ എടുക്കണമെങ്കിൽ ഇത്രയും തൂളിയെങ്കിലും ഉണ്ടായിരുന്നു. അതെല്ലാം മറിച്ച് നമ്മൾ തൂളിയൊന്നും എടുത്തില്ലേ, എല്ലാം കുറെയൊക്കെ ചാടി. അതിൽ നമ്മള് കുറുവായും കണ്ണി എടുത്തു. പിന്നെ നമുക്ക് വാള കിട്ടി. വാള ചാടിക്കാണെന്ന് ഞങ്ങൾ കാണുമ്പോഴാണ് മീനെയൊക്കെ നമ്മൾ കരക്കിയെന്ന് മിതമായിട്ട് ലാസ്റ്റ് മുറി ഞാൻ തിങ്ങിക്കിടക്കും തൂളി. അതിനു വേണ്ടി തൂളി കിട്ടില്ല. ഒരാള് നേരെ മീനിടാൻ പോയി. നമുക്ക് ഒരു കാലം തൂളിയിരുന്നു. മറ്റേ നമ്മുടെ കുറുവായും കണ്ണിയൊക്കെ ആയിട്ട് ഒറ്റക്കാലം മീനുണ്ടായിരുന്നു. കരിമീൻ കുറവായിരുന്നു. അത് നമ്മുടെ വള്ളത്തെ ഇടാൻ പോയി. കണ്ണിയുടെ വലിപ്പം കണ്ട വലിയ കണ്ണി. നമ്മുടെ വലയുടെ ലാസ്റ്റ് ഭാഗമായി പൊക്കിക്കൊണ്ടിരിക്കുന്ന തൂളി എന്ന് പറഞ്ഞാൽ കണ്ടരുമാനം തൂളിയ, ഒരു രക്ഷയില്ലാത്ത തൂളിയായിരുന്നു. അതിനകത്ത് നല്ല മീനായിട്ട് വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് പുറവലയിലും കിട്ടിയ 2-3 വാളയായിരുന്നു നമുക്ക് നല്ല മീനായിട്ട് കിട്ടിയത്. പിന്നെ ഈ വല വെച്ചപ്പം ഇല്ല, പുറവലയിൽ നിന്ന് 2 വാളയും അല്ലാതെ ഒരു വാളയും. ഇതിനകത്ത് ഒരു വാള കൂടിയുണ്ട്. അങ്ങനെ തടവല വെച്ച് പുറവലയ്ക്കകത്ത 3 വാളയും കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം ഇതിനകത്ത് ഒരെണ്ണമുണ്ട് കണ്ടാ. അത് ഏകദേശം കുഴപ്പമില്ല, ഒരു 1.5-1.25 കിലോ തൂക്കം വരുന്ന വാളയത്.
നമുക്ക് കിട്ടിയതാ, ഈ വലക്കകത്ത് കിട്ടിയതാണ് ഇത്. പിന്നെ കുറച്ച് കുറുവ ഉണ്ടായിരുന്നു കേട്ടോ. കുറുവ എല്ലാം ചെറിയ കുറുവയായിരുന്നു. കുറുവയാണ്. പിന്നെ നമ്മളെ മീനെല്ലാം എടുത്ത് കഴിഞ്ഞു. എന്റെ പുറകെ കണ്ടോ, നമുക്ക് 4 വാള കിട്ടിയായിരുന്നു. 4 വാള, ഒരു 2-3 നാടൻ വരാൻ, പിന്നെ ബാക്കി കുറുവ കുഞ്ഞു കണ്ണിയാണ് കിട്ടിയത്. ലാസ്റ്റ് നമ്മൾ കുറച്ച് തൂളി എടുത്തിട്ട് കറിക്ക് വേണ്ടി മാത്രം. ഇവിടെ നമ്മൾ നിരക്കാൻ കഴിഞ്ഞു. അവിടെ കുറെ കാണിച്ചു തരാം. നമ്മൾ ഈ പാടത്തിന് ഇപ്പൊ നല്ല ദൂരം നമുക്ക് നടന്നു പോകണം. ഈ പാടത്തിന്റെ നടുക്കാണ് ഇവിടെ താഴ്ചയുള്ള കണ്ടമായി. കണ്ടെന്ന് പറഞ്ഞാൽ പണ്ടെന്തോ കട്ടയെടുത്ത് എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല താഴ്ച ഇവിടെ, ഇത്ര വെള്ളവും അന്നേരം ഇവിടെ. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ മീൻ നിൽക്കുന്നത്. നമ്മള് അയ്യനാട് വന്ന് നമ്മൾ പിടിച്ച വാളയെ നല്ല ചിമിട്ട് വാള നമുക്ക് കിട്ടിയത് കണ്ടാ. 4 ചിമിട്ട് വാള നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കുറച്ച് വരാല് കിട്ടുന്ന 3 വരാല് കണ്ട. നല്ല സായി കുറച്ച് തൂളി കറക്കി ഇവർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറുവായും 1-2 കരിമീൻ വെള്ളത്തെയും കണ്ണിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പൊടിമീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരു 10-25 കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഇത്.